ഇവിടെ അല്ല അയാൾ ചോദിക്കുന്നതിന് മുമ്പ് ഇയാളിപ്പോ എന്താ അയാൾ കഴിഞ്ഞു? മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് നശിക്കുന്നാണോ നിങ്ങളെ വിശ്വാസം? ആത്മാവ് പൂർണ്ണമായി നശിക്കില്ല. കുറച്ചുണ്ടാവും. ഈ പൂർണ്ണമായി നശിക്കൂല. അതുകൊണ്ടാണ് സലാം പറഞ്ഞാൽ മാത്രമേ ഒരു കേൾക്കുള്ളൂ എന്നല്ല ഹദീസിലുള്ളത്. നിങ്ങൾ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഹദീസിലുണ്ടോ? അതല്ല നിങ്ങളെ വാദം. മൗലവി സാലിബ കുല്യ ഒന്നും കേൾക്കൂല എന്നുള്ള വാദം പൊളിക്കാന് സ്ഥിരപ്പെടുത്തിയാൽ മതി. ഒന്നും കേൾക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. മലക്ക് വന്നാൽ കേൾക്കും, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. സലാം പറഞ്ഞാലും കേൾക്കും. പക്ഷെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞാൽ കേൾക്കും. സലാം പറഞ്ഞാൽ കേൾക്കും. ഇപ്പൊ നിങ്ങൾ ഉദ്ധരിച്ച ഹദീസല്ല, ഞങ്ങൾ തള്ളുന്ന ഹദീസല്ലല്ലോ, ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെ. അപ്പൊ പുറത്തുനിന്ന് പറഞ്ഞാൽ കേൾക്കും, സലാം പറഞ്ഞാൽ കേൾക്കും. അതേസമയം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നുള്ളതിന് വ്യക്തമായ ഹദീസില്ല, തെളിവില്ല. ഇല്ല, അതിന് വ്യക്തമായ തെളിവ് ഉദ്ധരിക്കണം. വ്യക്തമായ തെളിവുണ്ട്, ഉദ്ധരിക്കണം. ഈ ആയത്തില് ഇന്നത് പറഞ്ഞിട്ടില്ല, സലാം പറഞ്ഞാല് അല്ലാത്തത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ല, ഏത് പറഞ്ഞാലും കേൾക്കുന്നതാണ് ആയത്തിന്റെ അർത്ഥം. ഇന്തുസ്മിയു തീർച്ചയായും തങ്ങൾ കേൾപ്പിക്കുകയില്ല ഇല്ലാമയ്യൂമിനു ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരെ മാത്രമേ കേൾപ്പിക്കൂ. അവിടെ സലാം പറഞ്ഞാലേ കേൾക്കൂ, അല്ലാത്ത പറഞ്ഞാലൊന്നും കേൾക്കൂല എന്ന് നിങ്ങൾ കൂട്ടിയതാ. ഖുർആനിലേ ഇല്ല. ഏത് മുഫസ്സിർ പറഞ്ഞു അവിടെ സലാം പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ, അല്ലാത്ത കേൾക്കൂല? ഏത് മുഫസ്സിർ? ഇങ്ങനെ എല്ലാം കേൾക്കുമെങ്കിൽ പിന്നെ സലാമിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? അത് സുന്നത്തായ ഒരു കാര്യമാണ്, പ്രത്യേകമുള്ള സുന്നത്ത്. എല്ലാ കാര്യം കേൾക്കെങ്കിലും പിന്നെ എന്തിനാ ഈ സലാമിനെ എടുത്ത് പറഞ്ഞത്? എനിക്ക് കേൾക്കുന്നതുകൊണ്ട് എല്ലാം പറഞ്ഞോണമെന്നുണ്ടോ? ഇത് പ്രത്യേകം പറയേണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞു. വ്യാഖ്യാനം ആവശ്യമാണ് ആ കാര്യത്തിൽ. വ്യാഖ്യാനം ആവശ്യമാണ്. എന്ത് വ്യാഖ്യാനം? വ്യക്തമായി നമുക്ക് ഇന്ന് എല്ലാ കാര്യത്തിലേക്കും ഇന്ന് ആയത്തിൽ നിന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. മുഫസ്സിറുകൾ ആരെങ്കിലും പറയണം. അതേ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അത് എമ്മാണ്, നിദാനശാസ്ത്രം പഠിക്കണം. ഈ ആയത്തിന്റെ വിശദീകരിച്ച് ആരാ പറഞ്ഞിട്ടുണ്ട്? എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. ഒരു മുഫസ്സിറിന്റെ പേര് അതാ ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. ഉദ്ധരണി വായിക്കണം. ഇമാം റാസി ഉദ്ധരിച്ചു. ഇമാം റാസി അതിൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കേൾക്കൂല എന്ന് പറഞ്ഞത് ഹൃദയം മരിച്ചതായ ആളുകളെയാണെന്നും ഇവിടെ കേൾക്കുമെന്ന് പറഞ്ഞത് മറ്റേ സത്യവിശ്വാസികളെയാണെന്നും വിശദീകരിച്ചിട്ട് അവിടെ ഇന്നത് കേൾക്കുമെന്ന് പറയാത്തത് കൊണ്ട് എല്ലാം പെടുമെന്ന് പണ്ഡിതന്മാരും മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസിയിലുണ്ട്, മറ്റു തഫ്സീറുകളിലുമുണ്ട്. എങ്കിലും അത് പഠനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാതെ ആരെങ്കിലും വരാൻ പറഞ്ഞത്. അതേസമയം ഈ റാസി ഈ പറഞ്ഞ നിങ്ങൾ ഉദ്ധരിച്ചാണ്, ആ ഉദ്ധരണി ഞാൻ കണ്ടിട്ടില്ല. ഉദ്ധരണിന്റെ കിതാബ് വെക്കണം, എന്നാലേ കാണുള്ളൂ. റാസി പറയുന്ന പൂർണ്ണമായി നിങ്ങൾ അംഗീകരിക്കോ? എല്ലാ വിഷയവും റാസി പറയുന്ന മുഴുവൻ നിങ്ങൾ അംഗീകരിക്കും? എല്ലാ വിഷയം. എങ്കിൽ ഞങ്ങൾക്ക് പഠനം നടത്തണം. പഠനം നടത്തിയിട്ട് ഞങ്ങൾക്ക് ആ കാര്യം തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ എല്ലാ തഫ്സീറും ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കില്ല. എന്താണ് ആ തഫ്സീർ അംഗീകരിക്കാത്തത്? പൂർണ്ണമായിട്ട് നിങ്ങൾ ഒന്നും അംഗീകരിക്കൂല, അതുകൊണ്ട് നിങ്ങൾ മുജാഹിദായത്. അന്ധമായി വിശ്വസിക്കുന്നത് നിങ്ങളാണ്. ഖുർആനും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ലേ? അല്ലെ ഇന്നക്കലാ തുസ്മിയു നോത്താണ് ചക്കരി, ഹിന്ദുസ്മി ഇല്ലാമയ്യൂമിനു ബി ആയത്തിനാണ് കൊപ്പരി ആയത്. ഇപ്പൊ എന്തേ രണ്ടും ഒരു ആയത്തിൽ തന്നെ പറഞ്ഞു. ഒന്നും ഇവർക്ക് ചക്കര, മറ്റേ കൊപ്പരി. എന്താ ഇപ്പൊ എങ്ങനെയായത്? അത് ഞാൻ വിശദീകരിച്ചല്ലോ. അതിന്റെ ഉദ്ദേശം എന്ത് വിശദീകരിച്ചു? നിങ്ങളൊന്നും വിശദീകരിച്ചിട്ടില്ല. ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പൂർണ്ണമായും. ഈ ആൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലായി? അത് നിരുപാധികമല്ല സ്വാഭാവികമാണ്. നിരുപാധികമല്ല സ്വാഭാവികമാണ് എന്ന്. ഏത് സ്വാഭാവികമാണ്? സലാം പറയുന്ന അത്തരം അവസ്ഥയിലെ അവർ കേൾക്കുള്ളൂ, അല്ലാത്ത നേരത്തെ അവർ കേൾക്കണമെന്നില്ല. അതെ, അത് നിങ്ങളെ ഹിന്ദുസ്മിയു എന്ന് പറഞ്ഞാൽ തീർച്ചയായും തങ്ങൾ കേൾപ്പിക്കുകയില്ല ഇല്ലാമയ്യൂമിനു ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരെ അല്ലാതെ കേൾപ്പിക്കുകയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇന്നക്കലാ തുസ്മിയുൽ മൗത്താന്ന് പറഞ്ഞാൽ സലാം കേൾപ്പിക്കൂല എന്നാണോ അതിന്റെ അർത്ഥം? എന്നാലേ ഇവിടെ സലാം കേൾപ്പിക്കൂന്ന് വരുള്ളൂ. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവരെ ഒന്നും കേൾപ്പിക്കൂല എന്നാ അവര് അംഗീകരിക്കുകയില്ല. ഇവരെല്ലാം അംഗീകരിക്കും. തെൽക്കീൻ ചൊല്ലിക്കൊടുത്തിയാലും അംഗീകരിക്കും. അതിനാണ് തെൽക്കീൻ ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. തെൽക്കീൻ എന്ന സലാമല്ലല്ലോ, അതീ തന്നെ പറയുന്നുണ്ട്. തെൽക്കീൻ ചൊല്ലിക്കൊടുക്കണമെന്നും അത് ഇതുവരെ കഴിഞ്ഞുപോയ സത്യവിശ്വാസികളുടെ പ്രവർത്തനമാണെന്നും ഇബ്നുൽ ഖയ്യിം ഈ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തെൽക്കീൻ എന്ന സലാമാ? തെൽക്കീൻ എന്ന സലാമാണോ? നിങ്ങൾ സലാം മാത്രമേ കേൾക്കുന്നുള്ളൂ പോലെ, അതല്ലാത്ത ഏതെങ്കിലും ഒന്ന് കേൾക്കുന്നു ഞങ്ങൾ സമർത്ഥിച്ചാൽ മതി. അതാ പറഞ്ഞത്, തെൽക്കീൻ ചൊല്ലിക്കൊടുക്കണം. ആ തെൽക്കീന് മയ്യത്ത് കേൾക്കും, മയ്യത്തിനത് ഉപകാരം ചെയ്യും എന്ന് ഈ ഗ്രന്ഥം കിതാബുർ റൂഹിൽ നിങ്ങളുടെ നേതാവ് ഇബ്നുൽ ഖയ്യിം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സലാം മാത്രമേ കേൾക്കൂ ഞങ്ങൾ പറഞ്ഞു. അത് പൊളിയാൻ വേറൊന്നും കൂടി കേൾക്കുന്നു പറഞ്ഞാൽ മതി. അതാണ് തെൽക്കീം ചൊല്ലിക്കൊടുത്താൽ അത് കേൾക്കുന്നു. എപ്പോ വേണമെങ്കിൽ വന്നു നോക്കോളൂ. ഇനി കിതാബ് പരിശോധിക്കാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് പരിശോധിക്കാം. ആദ്യം ഇവിടെ ഉണ്ട്, ഒന്ന് നോക്കോളൂ.
ഇതാ കേട്ടോളി, ഈ വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് വരാനേ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം. എന്താ കേട്ടോളി. വയദുല്ലു അലാ ഹാദാ, മരിച്ചവർ കേൾക്കും എന്നതിന് തെളിവാണ്. അയലൻ മുമ്പ് പറഞ്ഞതിന് പുറമെ മാജറ അലൈഹി അമലുന്നാസ്, ജനങ്ങളുടെ പ്രവർത്തനം നടന്നു വന്ന ഒന്ന്, ഇന്ന് നടന്നു വന്ന ഒരു കാര്യം, ഖദീമൻ പണ്ടും വൈലല്ലാൻ ഇതുവരെയും. എന്താണത്? മിൻ തൽഖീനിൽ മയ്യിത്തി, മയ്യത്തിന് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക. ഫീ ഖബരിഹി, ഖബറിലേക്ക് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കല്ലോ. ഇപ്പൊ സലാം പറയലല്ലോ, ഒരു സലാം മാത്രമേ കേൾക്കുള്ളൂ എന്നാണ്. അപ്പൊ അല്ലാത്തും കേൾക്കുന്നു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലൗലാ അന്നഹു യസ്മഉ ദാലിക, മയ്യിത്ത് അത് കേൾക്കില്ല എങ്കിൽ, വയന്തഫിഉ ബിഹി, അതുകൊണ്ട് മയ്യത്തിന് പ്രയോജനവും കിട്ടില്ല എങ്കിൽ, ലം യകുൻ ഫീഹി ഫായിദത്തുൻ, ഈ ലോക മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് ഒരു ഫായിദ ഉണ്ടാവില്ല. വകാന അബസൻ, ഒരു വെറും പണിയോ. ഈ തൂണിനോട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ പണി എന്നല്ല, ഭ്രാന്ത് എന്നതിന് പറയാ. അതുപോലെ ഭ്രാന്തായി മാറും. വഖദ് സുഇലാനുൽ ഇമാം അഹ്മദ് റഹ്മഹുല്ലാ, ഇമാം അഹ്മദ് തങ്ങളോട് അതേപറ്റി ചോദിച്ചപ്പോൾ അത് നല്ല കാര്യമാണെന്ന് പറയുകയും ഇതുവരെ ലോക മുസ്ലിങ്ങൾ ചെയ്തു വന്ന ആ അമൽ അതിന്റെ പ്രമാണമാണ് എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് മൗലവിയുടെ പറഞ്ഞ സലാം പറയുന്നത് മാത്രമേ കേൾക്കൂന്ന, ആ മാത്രം പൊളിക്കാൻ വേറൊന്നും കേൾക്കുന്നു സമർത്ഥിച്ചാൽ മതി. അത് നിങ്ങളുടെ നേതാവ് ഇബ്നുൽ ഖയ്യിം തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിൽ പറഞ്ഞത് അമ്മും ആണ്. ഗതിയിൽ അങ്ങനെ ഇല്ലാതെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇത് അയാള് പറയട്ടെ, അയാളെ കൊടുക്കും. ഗതിയിൽ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അത് ഖുർആനും ഹദീസും അല്ല, അത് ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു ഗ്രന്ഥമല്ലേ. നിങ്ങളെ നേതാവാണ്, ഞങ്ങളെ നേതാവാണ്. അല്ല, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങളെ നേതാക്കന്മാരെ ഉദ്ദേശിച്ചാൽ പോരാന്ന്. എന്റെ ബാക്കി ഞങ്ങളെ നേതാക്കന്മാരെ ഉദ്ധരിക്കണം എന്നാ, അതാ ഉദ്ദേശിച്ച്. ഇബ്നുൽ ഖയ്യിമിനെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. അതെ, കൊടുങ്ങിനോടത്ത് അംഗീകരിക്കൂല, അല്ലോടത്ത് അംഗീകരിക്കും. അതെന്നെ മുജാഹിദ്. അതാ നേരത്തെ ഇവിടെ പറഞ്ഞത്. അത് നിങ്ങളും ഷാഫി ഇമാമിനെ എല്ലാ വിഷയത്തിലും അംഗീകരിക്കാതെ ഞങ്ങൾ എല്ലാ വിഷയത്തിലും അംഗീകരിക്കും. അദ്ദേഹത്തിന്റെ മുൻകാല അഭിപ്രായങ്ങളെ നിങ്ങൾ തള്ളുകയും പിൽക്കാലത്ത് വന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നത്. അത് ഇപ്പൊ ഏതാ ഷാഫി ഇമാമിന്റെ അഭിപ്രായം? ആദ്യത്തോ പിന്നത്തോ? നിങ്ങൾ പറയുന്ന നിങ്ങൾ അവസാനത്തെ അഭിപ്രായം നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തെ ഏതാ ഉദ്ധരിക്കുക? ഇമാം ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട് ജദീദായ അഭിപ്രായങ്ങളാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഷാഫി ഇമാമിന്റെ അഭിപ്രായം ഇതാ, മറ്റതല്ല. ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ ഞങ്ങൾ ഇബ്നുൽ ഖയ്യിമിനെ അംഗീകരിക്കും. ആയത്ത് ഹദീസിന് വിരുദ്ധമായി അദ്ദേഹം പറഞ്ഞിട്ട് ഞങ്ങൾ ഹദീസല്ല, ഹദീസിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞത്. ഏത്? ഇന്നഹു ലയസ്മഉ ഖുർആനി ആലിൽ മുശയ്യിഈൻ, അത് ഹദീസാണ്. അതുപോലെ തന്നെ സലാം പറയണം എന്നുള്ളത് ഹദീസാണ്. ഹദീസുകളുടെയും ലോക മുസ്ലിങ്ങളുടെ അമലി എന്നുള്ളത് വേറെ തെളിവാ. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പർ പറഞ്ഞത്. തെളിവ് പറഞ്ഞാൽ വെറും ഖുർആനും സുന്നത്തും അല്ല. നിങ്ങൾ തന്നെ വ്യവസ്ഥ പറയേണ്ടല്ലോ. തെളിവേതാ? ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. നീ ഇജ്മാഅ് എന്ന് പറഞ്ഞ തെളിവല്ലേ? ഇജ്മാഅ് എവിടെ പറഞ്ഞത്? അമലിയായ ഇജ്മാഅ്. നിങ്ങൾ പറഞ്ഞ വ്യവസ്ഥ എഴുതുമ്പോ പറഞ്ഞാൽ മതിയോ? തെളിവേതാ? ഒന്ന് ഖുർആന്, രണ്ടാമത്തെ സുന്നത്ത്, മൂന്നാമത്തെ ഇജ്മാഅ്, നാലാമത്തെ ഖിയാസ്. അപ്പൊ ഇജ്മാഅ് എന്നുള്ള തെളിവാ ഇബ്നുൽ ഖയ്യിം ഇവിടെ പറഞ്ഞത്. അപ്പൊ ഖുർആനുണ്ട്, ഇൻതുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ, ഖുർആനുണ്ട്. രണ്ടാമത്തത് ഹദീസുണ്ട്. മൂന്നാമത്തത് ഇജ്മാഉം ഉണ്ട്. മരിച്ചവർ കേൾക്കും എന്നതിന്, അതവർക്ക് ഉപകാരം കിട്ടും എന്നതിന്. പക്ഷെ ആർക്ക്? സത്യവിശ്വാസികൾക്ക്, സത്യനിഷേധികൾക്ക് അല്ല. അപ്പൊ ഇജ്മാഅ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ലേ? ഇജ്മാഅ് എന്ന് പറഞ്ഞ പ്രമാണമാണോ അല്ലേ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്നറിയാം, അല്ലെങ്കിൽ ഇല്ല എന്നറിയാം. രണ്ടാലൊന്ന്, മൂന്നാമത്തെ വർത്താനം അവിടെ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. കോടതിയാണിത്. എന്തുണ്ട്? ഇജ്മാഅ് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഏത് വിഷയത്തിൽ? ഏത് വിഷയത്തിലും. ഒരു വിഷയത്തിൽ ഇജ്മാഅ് സ്വീകരിക്കുന്നു, മറ്റേ സ്വീകരിക്കുക, അങ്ങനെയല്ല. ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പ്രമാണം. ഇജ്മാഅ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഉണ്ടോ? എന്നാ അതാ പറഞ്ഞതേ, മരിച്ചവര് കേൾക്കുന്നില്ല, ഇജ്മാഅ് ഉണ്ട് എന്നീ പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം ഒറ്റക്ക് പറഞ്ഞാണ്. ഒറ്റക്കല്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി പറഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞു, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, നിങ്ങളല്ലാത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓലൊക്കെ പറഞ്ഞു ഇജ്മാഅ് ഉണ്ടായ ഞങ്ങൾ ഇല്ലാറുണ്ട് ഇപ്പൊ ഇല്ലാതെയാവും. ഇവിടെ കഴിഞ്ഞു പോയ കഥയാണ് ഈ പറയുന്നത്. നിങ്ങൾ ഇല്ലാറുകൊണ്ട് ഇല്ലാതെയാവില്ല. ലോകത്ത് നടന്ന ചരിത്രമാണ്. ചരിത്രങ്ങളിൽ യാഥാർത്ഥ്യം അല്ലാത്തതുകൊണ്ടാണ്. ഏത് ചരിത്രമുള്ള അത് യാഥാർത്ഥ്യമാണ്. ഖുർആനോടും സുന്നത്തിനോടും യോജിച്ച, അതുകൊണ്ട് അത് തെളിവായിട്ടാ പറയുന്നത്. ചരിത്രം പഠിക്കണം, പഠിച്ചിട്ട് ഞാൻ പിന്നെ പറയാം. ഒക്കെ പഠിച്ചു വരുന്ന മൂപ്പർക്ക് കുടുംബം ഒക്കെ പഠിക്കണം. അതിന്റെ മുമ്പ് പഠിക്കേണ്ട ചിന്തയൊന്നുമില്ല. കുടുങ്ങിയാ പഠിക്കണം. ഇതന്നെ മുജാഹിദിന്റെ സ്വഭാവം. കുടുങ്ങിനോടത്ത് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതാണ് മൗലവിമാരുടെ പരിപാടി. ഇജ്മാഅ് തെളിവാണോ അല്ലേ?